ഇന്ന് അക്ഷയതൃതീയ ബലരാമ ജയന്തി. ഈ വിശ്വത്തിൻ്റെ ഉൽപ്പത്തി, രക്ഷാവിനാശം തുടങ്ങിയ കാര്യങ്ങൾ സത്വ, രജ, തമോ ഗുണങ്ങൾക്ക് അനുസൃതമായി ആരുടെ കൃപാകടാക്ഷത്തിലാണോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ആരുടെ ഏകരൂപമാണോ പ്രപഞ്ചത്തിൽ നാനാരൂപത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്, ആ പ്രകാരമുള്ള അനന്തഭഗവാന്റെ ആദിശേഷൻ്റെ അവതാരമാണ് ബലരാമസ്വാമി. ആദിയിലുള്ളവനും പ്രളയത്തിൽ ശേഷിക്കുന്നവനുമായ ആദിശേഷൻ ഈ പ്രപഞ്ചത്തെ തന്നെ തൻ്റെ ശിരസിൽ താങ്ങുന്നു എന്നാണ് വിശ്വാസം. ഏറ്റവും ബലവാനായിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ബലരാമൻ എന്ന നാമം അദ്ദേഹത്തിന് ലഭിച്ചത്. ആ ബലരാമസ്വാമി ജനിച്ച ദിവസമാണ് അക്ഷയതൃതീയ. കൃഷ്ണൻ്റെ ജ്യേഷ്ഠൻ എന്നതിൻ്റെ ആത്മീയ അർത്ഥം മഹാവിഷ്ണുവിനും മുമ്പുള്ളത് എന്നാണ് അർത്ഥം. ജ്യേഷ്ഠൻ എന്നാൽ മുമ്പുള്ളത് എന്നാണ്, ആദ്യത്തേത് എന്നാണ് അർത്ഥം. മഹാവിഷ്ണുവിന് മുമ്പും ഏകസ്വരൂപനായി, അനന്തസ്വരൂപനായി, ആദിശേഷനായി വിരാജിക്കുന്ന ആ ഏകസ്വരൂപനാണ് പ്രളയത്തിൽ ശിവനായിക്കൊണ്ട് അല്ലെങ്കിൽ രുദ്രനായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ സംഹരിക്കുന്നത്. ഏകാദശ രുദ്രന്മാരിൽ മൂന്നാമത്തെ ശിവഭാവമായ അഹിർബുദ്ധ്യൻ, അഹി എന്നാൽ സർപ്പം, അഹിർബുദ്ധ്യൻ എന്നത് ഈ അനന്ത ഭഗവാൻ തന്നെ.